ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഒക്ടോബർ 1. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡാഡിയുടെ അമ്മ മരിച്ചിട്ട് ഒരു രണ്ടാമത്തെ വർഷമാണ് കേട്ടോ. അപ്പോൾ ഇത് നെല്ലികുന്ന് പള്ളിയാണ്, അവിടെയാണ് അമ്മ കിടക്കണത്. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഇന്ന് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന വിശേഷം തലേ ദിവസത്തെയാണ്. സെപ്റ്റംബർ അവസാന ദിവസമായി. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ പതിവ് പോലെ എണീറ്റു. പിള്ളേർ കളി തുടങ്ങി. അപ്പോൾ ഇന്നും അവധിയാണല്ലോ അവർക്ക്. അപ്പോൾ പിന്നെ ബഹളത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, ആൻറ്റിയെ കാണാനില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഫോണിലൊന്നും കാണുന്നില്ലല്ലോ, ലാസ്റ്റ് സീനൊക്കെ കാണുന്നത് കുറേ ലേറ്റായിട്ട് രാവിലെ ആണല്ലോ, ഒരു അനക്കമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, പിള്ളേർസും 3 പേരും കൂടി ഒന്നിച്ചുണ്ടാവുമ്പോൾ നല്ല നേരം പോക്ക. ഇങ്ങനെ എന്താ പറയുക, സമയം പോണതറിയില്ല. അവർ പിന്നാലെ ഓരോ കാര്യങ്ങൾ നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വരുമ്പോഴേക്കും സമയം പടപടേന്ന് പോകും കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് അവർ 2 പേരും നല്ലോണം നേരത്തെ എണീറ്റത്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ 2 പേരും പുലർച്ചെ രാവിലത്തെ കുർബാനയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 9-9:30 ആകുമ്പോഴേക്കും രാവിലത്തെയും ഉച്ചയിലത്തെയും എല്ലാം കഴിഞ്ഞ് പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവർ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിന്ന് പറയാണ്. അങ്ങനെ ഗോവയ്ക്ക കറി വെച്ചു, ബീൻസ്. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കേട്ടോ. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ സാധനങ്ങൾ ഇൻസ്റ്റാമാർട്ട് വഴി വരണ കാരണം വളരെ കുറച്ച് സാധനങ്ങളായാൽ പോലും അത് നമ്മളുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സാധനം വേണമെങ്കിലും ആ സമയത്ത് ഓർഡർ ചെയ്യുക, വരിക, ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര എളുപ്പമായി. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മിനിമം ഒരു 1/2 കിലോനെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ മടിയാണ്. പക്ഷേ ഇത് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം ഞാൻ രാവിലെ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ടർക്കിഷ് ബാംഗിൾസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൈറ്റ് ഗോൾഡ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ ടർക്കിഷ് ബാംഗിൾസ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വളകളാണ് കണ്ടോ. ഇതൊക്കെ 2:2 സൈസാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2:2 വളരെ അപൂർവം ഉള്ള സൈസാണ്. പക്ഷേ ഇതിൽ ഒരു 3-4 പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ബോക്സ് കണ്ട പാറ്റേണാണ് 2:2. ഇത് 2:4 കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള വളകളാണ്, ടർക്കിഷ് ബാംഗിൾസാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരിടയ്ക്ക് മാലകൾ വന്നിരുന്നു, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട്, ഇങ്ങനെ വൈറ്റ് ഗോൾഡും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സായിട്ട് നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ ആ ബോക്സുകളുടെ മുകളിൽ വെച്ചേക്കുന്ന സൈസാണ് കേട്ടോ. പെട്ടെന്നാണ് എല്ലാം പടപടേന്നാണ് ഇത് സോൾഡ് ഔട്ടായി പോയത്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന പുതിയ വള ഇന്നലെ വന്നുള്ളൂ. ഇന്നലെ വരുമ്പോഴേക്കും ഭയങ്കര സ്പീഡിലാണ് ഈ സംഭവം പോയത്. കാരണം ഇത് അറിയുന്നവർക്കറിയാം ഇതെന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ ഇത് 2:8 സൈസിലുള്ള വള. അപ്പോൾ ഇതിലാദ്യം കിടക്കുന്ന വള എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി താരതമ്യേന വില കൂടുതലാണ് കേട്ടോ. അത് ഒരു പ്രത്യേക പണിയും വെയിറ്റും കൂടുതലാണ് ആ ഫ്ലവറായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2:10 ഈ ഒരൊറ്റ പാറ്റേൺ തന്നെ ഇപ്പോൾ ബാക്കിയുള്ളൂ. കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ അവർ വരുമ്പോൾ അപ്പം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും മുട്ടക്കറിയും കൂടിയിട്ട് രാവിലെ കഴിച്ചു. വയറ് ഡമ്മായി. അപ്പോൾ ഡാഡിയുടെ പിന്നാലെ കൂടിയൊക്കെ 3 പേരും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ സ്ഥിരം പണിയാണ് ഇവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ ഇതിങ്ങനെ ഷട്ടിലടിക്കുന്ന പണി ഇവർക്ക് 3 പേർക്കുണ്ട്. അപ്പോൾ 3 പേരെ ഒന്നിച്ച് കയറ്റണം എന്നെങ്കിലും അവർക്ക് സന്തോഷമുള്ളൂ. ഒരാളായി കയറ്റിയാൽ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഡാഡിയും അവരുടെ താളത്തിനൊപ്പം നിൽക്കും കേട്ടോ. അവിടം വരെ ഗേറ്റ് വരെ കൊണ്ടുപോകുള്ളൂ, പുറത്തേക്ക് കൊണ്ടുപോയില്ല കേട്ടോ. അങ്ങനെ അവർ 3 പേരും അവരുടെ കളികളിൽ ഏർപ്പെടുകയാണ്. കയറി അവരുടെ പരിപാടികൾ തുടങ്ങിയപ്പോൾ എപ്പോഴും നമ്മൾ ഇവരുടെ ഇടയിൽ ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പോൾസേട്ടൻ പോകുമ്പോൾ നമുക്ക് ഇത് ആക്കി കൊടുത്തയച്ചതാണ് എനിക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സംഭവം ഇതൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ കണ്ടപ്പോഴാണ് അക്കി ഇത് മുഴുവൻ എന്നോട് പറഞ്ഞത്, ഞാനിത് കൊടുത്തയക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിടയ്ക്ക് ഈ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, കേക്ക്സ് ഇങ്ങനെ ഉണ്ടാക്കലായിരുന്നു മൂപ്പരുടെ മെയിൻ പണി കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗ്ലാസ് വർക്ക് വേണോ, സാരിമലത്തെ വർക്ക് വേണോ, എല്ലാതും ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി ആയിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം മൂപ്പർക്ക് ഭയങ്കര സങ്കടം, ഇതൊന്നും എനിക്ക് പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല. അപ്പോൾ ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയിരുന്നത് അവിടെ ബോക്സിൽ മാറ്റി വെച്ചത്. അപ്പോൾ ഇനി
എനിക്ക് വേണ്ട, നീ ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നയച്ചത്. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായി കഴുകി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചി ഇത് ഉണ്ടാക്കാണ്ടായിട്ട് ഒരു 4 കൊല്ലം എങ്കിലും ആയിട്ടുണ്ടാവും ഇതൊന്നും ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസുകൾ, പലതരം റൈസുകൾ, പിന്നെ എന്തൊക്കെയാണ് വെക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുപോലെയാണ് എല്ലാ പരീക്ഷണങ്ങളും. ഞാനൊക്കെ വളരെ കുറവാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ചേച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്. പക്ഷേ അത് എന്താ ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ അതും ശരിയാവും. അപ്പോൾ ആ ചേച്ചിയുടെ എല്ലാ ടേസ്റ്റും ഡയോണിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡയോണും ഈ പറഞ്ഞ പോലെ നന്നായി വെക്കും. അവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൻ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കും, നമുക്കും സെർവ് ചെയ്യും. നന്നായി കുക്ക് ചെയ്യും കേട്ടോ അവൻ. അങ്ങനെ ഇന്ന് ഉച്ചയിലത്തെ കറികൾ ഞാൻ പറഞ്ഞില്ലേ, ഗോവയ്ക്ക കറി ഉണ്ടായിരുന്നു, ബീൻസ് ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മാങ്ങയായിട്ട് വാങ്ങിയിട്ട് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി പപ്പടവും കൂടി വറുത്ത് വെച്ചു. അപ്പോൾ പപ്പടം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യം നേരത്താണ് വറുക്കുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഡംബൽസിൻ്റെ വളകളാണ്, സ്പ്ലിറ്റ് ബാംഗിൾസ് ആണ് കേട്ടോ. അതാണ് ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിട്ടുള്ളത്, സ്പ്ലിറ്റ് ബാംഗിൾസ് എന്ന്. ഇതിന് ഇന്ന പ്രായക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന തടിയുള്ളവർക്ക് എന്നൊന്നുമില്ല, നമ്മൾക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കൈമിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ സൈസിനനുസരിച്ച് ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഒരു 3-4 കളറുകളാണുള്ളത്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക്, ഗ്രീന്, റൂബി, ബ്ലൂ, അങ്ങനെ ഒരു 5-6 കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ സ്റ്റഡുകളുണ്ട്, കമ്മൽ സ്റ്റഡ് ഉണ്ട്. ഡ്രോപ്സ് ഒരിടയ്ക്ക് വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ. ഇത് റൂബിയുടെ തന്നെ ഒരു കുറച്ച് കല്ല് എക്സ്ട്രാ ആയിട്ടുള്ളതാണ്. ഇത് വേറൊരു പാറ്റേൺ, പക്ഷേ ഡംബൽസിൻ്റെ തന്നെ ഇത് അതുപോലെ വേറൊരു പാറ്റേൺ. ഇത് ഈ പറഞ്ഞ പോലെ ചെറുതാണ് കേട്ടോ, 2-2കാർക്ക് പോലും ഇടാവുന്നതാണ്. അതായത് എല്ലാ പ്രായക്കാർക്കും ഇടാം, എന്നാലും 2-2 കുറേ ചെറുതാകണമല്ലോ. പക്ഷെ അതാവുമ്പോൾ കറക്റ്റായിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റൂബി സ്റ്റോൺസ് ആയിട്ട്, അത് നല്ല തരം AD സ്റ്റോൺസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുട്ടി ലോക്കറ്റ് ഉണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പോൾ സെറ്റായിട്ട് ഇടുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നെക്ലസ് ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ഉണ്ട് കേട്ടോ. ഈ ഡംബൽസിൽ നെക്ലസ്സും ഉണ്ട്. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഇതിപ്പോൾ ഉച്ചയിലത്തെ പരിപാടിയായിരുന്നു. കാരണം കുറച്ച് എനിക്ക് പാക്കിംഗ് ഉണ്ടായിരുന്നു, ഇന്നത്തും കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ളത് കംപ്ലീറ്റ് ഞാൻ പാക്ക് ചെയ്ത് അയച്ചു കേട്ടോ. അപ്പോൾ വലിയൊരു പരിപാടി കഴിഞ്ഞു. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര മടി വരും. പിന്നെ എനിക്കെന്തോ ഇഷ്ടമല്ല, പിന്നത്തേക്ക് വെക്കാൻ ഇഷ്ടമല്ല. മാക്സിമം അന്നാന്നത്തെ കാര്യങ്ങൾ അന്നാന്ന് അയക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രൈംസ് പപ്പടം വറുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൈംസും കൂടി വറുത്തു കുട്ടികൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടിപ്പപ്പടം ചാക്കോച്ചിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പപ്പടം വറുക്കുമ്പോൾ ഫ്രൈംസ് കുറച്ച് കൂടുതൽ വറുത്തിട്ട് ബോക്സിലിട്ട് വെക്കുക. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും കുറച്ച് തന്നെ വറുക്കുള്ളൂ കേട്ടോ, കുറേ കൂടുതലൊന്നും വറുക്കില്ല. അപ്പോൾ അവർക്ക് അതെടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ വെയ്ഫറാണ് കേട്ടോ. അപ്പോൾ ആരോ പൊട്ടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ പാക്ക്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഇടയ്ക്ക് ഞാനിങ്ങനെ മധുരമൊക്കെ എടുത്ത് കാണുമ്പോൾ കഴിക്കാൻ തോന്നും, പ്രത്യേകിച്ച് വെയ്ഫർ കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഡിംപിളിന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാഡിയും മോളും കൂടി പോവുകയാണ്. പിന്നെ 1-2 കൊറിയർ വന്നത് വാങ്ങിക്കാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഡിവൈനും മക്കളും മുകളിലേക്ക് പോയി. അപ്പോൾ ഡോൺ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കൂടെ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവനിവിടെ ഇരുന്നാൽ മതി. അപ്പോൾ ആകെ ചോദിക്കും ഫോൺ തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് ഫോൺ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ TV വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നോക്കിയിരിക്കും. ഇന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അവനവിടെ നിൽക്കുമ്പോൾ ഞാൻ വേഗം കിച്ചൺ ഒതുക്കാനായിട്ട് വന്നു. അപ്പോൾ കാരണം കുട്ടികളൊക്കെ പിള്ളേർസുള്ളപ്പോൾ ഞാൻ പറയും നിങ്ങൾ പിള്ളേരെയും കൊണ്ട് പൊക്കോ, എനിക്കതാണ് എളുപ്പം എന്ന് പറയും. കാരണം അല്ലെങ്കിൽ ഒരാൾ അവിടെ കരയും, ഒരാൾ ഇവിടെ കരയും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പാച്ചു അവിടെ ഇങ്ങനെ TV കണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ ഒതുക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ 2 ദിവസമായിട്ട് വെയിലായതുകൊണ്ട് തുണികളൊന്നുമില്ല, എല്ലാതും എടുത്ത് അപ്പം മടക്കി വെച്ച കാരണം അങ്ങനത്തെ പണികളൊന്നും ഇന്നുണ്ടായിരുന്നില്ല. ഒതുക്കാനും ഇന്ന് എനിക്ക് ഒരു മടി വന്നു. കാരണം എന്താ വെച്ചാൽ പാച്ചു എൻ്റെ കൂടെ സെറ്റീമയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ സെറ്റീമ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ഇനി താഴെ വീഴാവും. അപ്പോൾ ഞാൻ കസേര തട വെച്ചിട്ടൊക്കെയാണ് കേട്ടോ എണീറ്റ് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരിക്കാം, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ നിന്നു. അപ്പോഴാണ് എനിക്ക് നമ്മുടെ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന മറ്റേ റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ,
അപ്പോൾ ക്ലിൻ്റയുടെ അവിടെ നിന്ന് ഇത് എനിക്ക് വന്നത്. അപ്പം ഞാനത് അറിയാണ്ടാണെങ്കിൽ പോലും ഇതിൽ എന്താ പറയുക വന്നു പോയതാണ്. പക്ഷേ അത് ഉപകാരത്തിലേക്കാവും. കാരണം ഇത് കൊന്തമാസമാണ്. കൊന്തമാസത്തിൽ ഇത് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ സംഭവം. അപ്പോൾ ഇത് നന്മ നിറഞ്ഞ പറയുമ്പോൾ പ്രാർത്ഥനയാണത്. അപ്പോൾ വല്ല പരിപാടികൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കൊന്തമാസമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നിയാലും മരമാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതെനിക്ക് ക്ലിൻ്റ് അയച്ച് തന്നതിൻ്റെ ആ ഒരു വീഡിയോ അറിയാണ്ട് ഇതിൽ വന്ന് പെട്ടതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു 1 ഒക്ടോബർ മാസമല്ലേ, കൊന്തമാസമല്ലേ, അതും കൂടി അതിൽ ഇരുന്നോട്ടേ എന്ന് വെച്ചിട്ട് ഞാനത് എടുത്ത് മാറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞേച്ചാൽ പാച്ചു കിടന്നുറങ്ങണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അവനവിടെ കിടക്കണ കാരണം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാനായിട്ടൊരു മടി. കാരണം എങ്ങാനും താഴെ വീണ് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റില്ല. അപ്പോഴേക്കും ഡാഡിയും ഡിംപിളും വന്നു. ഇതാ മെഡിസിൻസൊക്കെ കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻസ് ഇന്ന് ആ കൂട്ടത്തിൽ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഇനി കട്ട് ചെയ്ത് അതാത് ബോക്സുകളിലേക്ക് ആക്കണം. അപ്പോൾ ആദ്യം എനിക്ക് കുഞ്ഞ് ബോക്സായിരുന്നു കേട്ടോ, ഓരോ ഗുളിക ഇടുന്ന ബോക്സായിരുന്നു. പിന്നെ അത് 2 ഗുളിക ഇടുന്നതായി, പിന്നെ അത് 3 ഗുളിക ഇടുന്നതായി. ഇപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് കേട്ടോ. കാരണം നമ്മൾ ബോക്സുകൾ നമ്മൾ പ്രായം അനുസരിച്ച് ബോക്സുകളുടെ വലിപ്പം കൂടാന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ച ഫ്രൈംസ് നമ്മുടെ ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമായി. അവനങ്ങനെ ചാരി ഇരുന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ പാച്ചു എനിച്ചിട്ടില്ല, തോമും ചാക്കോച്ചനും ഇവിടെ ഇരുന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട്, അപ്പോൾ ഡാഡി വന്നപ്പോൾ ഡാഡിയും ഞാനും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. കാരണം ഒരാൾ എടുത്ത് തരുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എടുക്കണോട് കൂടിയിട്ട് അടുത്ത ഫോണിൽ ഫോൾഡറാക്കി ഇടുകയും വേണം, പിന്നെ ഇങ്ങേ ഫോണിൽ സ്റ്റാറ്റസ് ഇടുകയും വേണം. അപ്പോൾ അങ്ങനെ 3 പർപ്പസ്, എന്താ പറയുക 3 കാര്യം ചെയ്യണം മറ്റു ഫോട്ടോ എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയും കൂടി ഉള്ള സമയത്താണ് ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ TV വെച്ച് അതിൽ ഒച്ചയും ബഹളവും അല്ലെങ്കിൽ പാട്ട് വെച്ച് വർത്താനം പറഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് നേരം പോണത് അറിയില്ല. അല്ലാത്ത പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങും. ഒരു 4-5 ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സ്പ്ലിറ്റ് ബാംഗിൾസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്തിടുന്നതാണ്. അപ്പോൾ അതിന് സൈസ് വേണമെന്നില്ല, ഏത് സൈസുകാർക്ക് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പാറ്റേൺസാണ്. നമ്മൾ അതിൻ്റെ ഒരുവിധം എല്ലാ കളറുകളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ കുറേയൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനും പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സന്ധ്യ നേരമായിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പ്ലാനൊക്കെ ചൂറ്റിപ്പോയി. പിന്നെ ഡിംപിളും ഡാഡിയും വരുമ്പോൾ മറ്റേ ഏലാഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ട. കാരണം ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് പാച്ചു കിടന്നുറങ്ങിയത്. പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ടൊരു വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കാൻ കാണുന്നിടത്ത് നിന്നിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ അതേ ഓണം കഴിഞ്ഞത് പ്രമാണിച്ച് ഡിംപിൾ സെറ്റ് മുണ്ടുകളും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യാനായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് അങ്ങനെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡാഡി അത് കൊണ്ടുപോയി അയൺ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാഡിയുടെ മുണ്ട് പിന്നെ സെറ്റ് മുണ്ടുകൾ ഇതൊക്കെ ഒരിക്കലും ഞാൻ കഴുകാറില്ല കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ അത് പണിയാണ്. അപ്പോൾ മറ്റിടത്താകുമ്പോൾ സ്റ്റാർച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ തേച്ച് കൊണ്ടുവരുമ്പോൾ കസവിൻ്റെ മുണ്ടൊക്കെ അതല്ലേ നല്ലത്, സെറ്റ് മുണ്ടൊക്കെ. അങ്ങനെ ഇന്ന് പിള്ളേർക്ക് ബ്രെഡ് പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1-2 പേര് എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾ ഈ ഫ്രയർ ഉപയോഗിക്കാത്തതെന്ന്. എയർ ഫ്രയർ നമുക്ക് ഉപയോഗിക്കാൻ താല്പര്യക്കുറവുണ്ടായിട്ടല്ലേ, നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാഹചര്യം കിട്ടാറില്ല ഓരോന്ന് ചെയ്യാനായിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് സന്ധ്യ നേരത്തെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ സന്ധ്യ നേരത്തെ എല്ലാവരും പറയും അങ്ങനെ അധികം ഉപയോഗിക്കരുത്, കറണ്ടിൻ്റെ ഭയങ്കര വ്യത്യാസം വരുന്നു. പക്ഷേ കറണ്ടിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊന്നും അല്ല, അത് മെനക്കെടാറില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ അതേ എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ അക്കിയുടെ വീട്ടിൽ ഡയോൺ എപ്പോഴും എയർ ഫ്രയറിൽ മാത്രമാണ് സാധനങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. സംഭവം ഹെൽത്തി ആയിട്ടുള്ള സംഭവം അതാണ്, എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അതെടുത്ത നിലയ്ക്ക് വേറെ ഒരു ഐറ്റം കൂടി ചെയ്തു. അപ്പോൾ ഇവർ ഇത് ഉണ്ടാക്കണ നേരം കൊണ്ട് ഞാൻ പതുക്കെ മുറ്റത്തേക്ക് കിടന്നു കേട്ടോ. കുറേ ദിവസമായി ഉണ്ടായിരുന്നു ചെടികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. സംഭവം നനയ്ക്കുണ്ടെങ്കിലും എൻ്റെ കൈയൊന്നും ചെന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മളൊക്കെ പ്ലെയിനാക്കി ഇട്ടേക്കല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നല്ല ചെടികളെടുത്ത് ഇങ്ങോട്ട് വെച്ചു. കാരണം ഇനിയിപ്പോൾ വർഷക്കാലം എന്ന് പറഞ്ഞാലും ഇവിടെ ഇവർക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ കിട്ടാറുള്ളൂ. കിണറിൻ്റെ അവിടെ കുഴപ്പമില്ല, ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ ഒഴിച്ചാൽ തന്നെ അവർക്ക് വെള്ളം കിട്ടുള്ളൂ. പുറത്ത് മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പുറത്ത് ഇമാതിരി മഴ പെയ്യുമ്പോൾ ചില ചെടികൾ വാടി നിൽക്കുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം
അവർ വിചാരിക്കില്ലേ അയ്യോ പുറത്ത് ഇത്രയും മഴ ഒരു ഇറ്റ് വെള്ളം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ കുട്ടികൾ എന്നെ കളിയാക്കട്ടെ മമ്മി ഓരോ കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ കേട്ടോ ഫീൽ ചെയ്യാം. അങ്ങനെ ഞാൻ ദേ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് വ്യത്യാസം വരും. കാരണം എപ്പോഴും എൻ്റെ നോട്ടെത്തും. അപ്പം ഞാൻ ഈ മുട്ടത്തോടും പൊടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടും കേട്ടോ. അത് കുറേ ഇടാൻ പാടില്ല. കുറേ ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചിട്ട് ആകെ ദ്രവിച്ച് പോവും, ഇങ്ങനെ വല്ലാണ്ടാവും, പൊള്ളിപ്പോവും, നീറിപ്പോവും, പേരിനിടാവും കേട്ടോ. അപ്പം അങ്ങനെ ദേ ഇന്ന് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടറ്റോസ് മറ്റേ ഉരുളക്കിഴങ്ങ് ഭയങ്കര വില കുറവാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വില കുറവെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞായിരുന്നു പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാമെന്ന്. അപ്പം മുമ്പൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കുക ചെയ്യുക. അതായത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയ പോലെ പിന്നെ ഇടയിൽ വെച്ച് നമ്മൾ വാങ്ങിക്കാറാണ് പതിവ് കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. പൊട്ടറ്റോ വെഡ്ജസ് എന്ന് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ സംഭവം വരും. നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ എണ്ണയിലോ എന്തിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മയോണൈസും ഉണ്ട്. ഇപ്പോൾ മയോണൈസ് ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നിമിഷ നേരം കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഉരുളക്കിഴങ്ങ് വില കുറവുള്ളത് കാരണം ഇപ്പം നിങ്ങൾക്കായാലും ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കിഴങ്ങ് നല്ലോണം കഴുകുക. തൊലി അടക്കമാണ് ഇത് ചെയ്യുക കേട്ടോ. നല്ലോണം കഴുകിയിട്ട് നല്ലോണം സ്ക്രബ് വെച്ച് അരച്ച് കഴുകിയാലും വിരോധമൊന്നുമില്ല. അങ്ങനെ നന്നായി കഴുകിയിട്ട് കനത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നല്ലോണം വെള്ളം തിളയ്ക്കുമ്പോൾ ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് നേരം മതി അങ്ങനെ ഊറ്റിയെടുക്കുക. ആ തിളച്ചിക്കനോട് കൂടി ഊറ്റിയെടുത്തില്ലെങ്കിൽ വെള്ളം ഇങ്ങനെ നിൽക്കും. അങ്ങനെ എടുത്ത് ഒരു തുണിയിലേക്കോ അല്ലെങ്കിൽ വേണ്ട ഒരു അരിപ്പയിലേക്ക് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മസാലയുണ്ട്, ഇതിനുള്ള മസാല. അപ്പോൾ നിങ്ങളത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ മസാല എന്താണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അതിലിട്ട് ഒന്ന് നന്നായി ആക്കിയതിന് ശേഷം വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഫ്രയറിൽ വെച്ച് എടുക്കുക. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മയോണൈസ് നിങ്ങൾക്കറിയാമല്ലോ, പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ട്, പുഴുങ്ങാത്ത മുട്ട എങ്ങനത്തെ വേണമെങ്കിൽ ഉണ്ട്. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മേശപ്പുറത്ത് ഇരുന്ന് കഴിക്കാം. പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴയും കൂടി ഉണ്ടല്ലോ, ചൂട്ടോടെ അത് നല്ല ചൂടിയാണല്ലോ, നല്ല എരിവൊക്കെ കൂടിയിട്ട് ആ മയോണൈസും കൂടി വരുമ്പോൾ ആ എരിവൊക്കെ എന്താ പറയുക, ഞാൻ പറയും എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മയോണൈസ് എന്ന് പറയും. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതും ഒരു കട്ടൻ കാപ്പിയോ ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ വേണ്ട പാലൊഴിച്ച ചായയോ അല്ലെങ്കിൽ വേണ്ട ഒരു ഗ്ലാസ് തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും പറയണു, മറ്റേ കിഴങ്ങിനൊക്കെ നല്ലോണം വില കുറഞ്ഞ സമയമാണ്. ഇതിങ്ങനെ ആക്കി വെച്ച് നിങ്ങൾ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസും. അപ്പോൾ നമ്മൾ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് എന്നോട് ചോദിക്കും, അപ്പോൾ ആൻറ്റിക്ക് എന്താ ഇതൊക്കെ ചെയ്തുകൂടെയത്? ഞാൻ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനുള്ള നേരമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നാളൊരു കുട്ടി എന്നെ കളിയാക്കിയതാണ്. പക്ഷേ എനിക്ക് ആ കുട്ടിയോട് വിഷമം തോന്നി. കാരണം ആ കുട്ടിക്ക് എന്നെ മുമ്പ് തൊട്ട് ഞാൻ എങ്ങനെയായിരുന്നു എന്നറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ടാണല്ലോ ഓരോന്ന് കഴിക്കണേ, ഈ പറയണതൊക്കെ ഒന്ന് ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ അതിനൊന്നും മറുപടി പറയാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ പുറമേ നിന്ന് കഴിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയല്ല എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മളുടെ സൂഫി ബാംഗിൾസാണ് കേട്ടോ. സൂഫിയുടെ സ്പ്ലിറ്റ് ബാംഗിൾസാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 പാറ്റേൺ ഇപ്പോൾ സ്പ്ലിറ്റ് ബാംഗിൾസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിം സ്റ്റഡ് ഉണ്ട്, പിന്നെ നമുക്ക് ലോക്കറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് ഒരുവിധം എല്ലാത്തിൻ്റെയും കളറ് സ്റ്റഡും ലോക്കറ്റ്സും ഉണ്ട്, പിന്നെ മോതിരവും ഉണ്ട്. അപ്പോൾ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, വാങ്ങിക്കാം. അല്ലെങ്കിൽ വള മാത്രം വേണമെങ്കിൽ വള. ചിലർ വളയും കുഞ്ഞ് ലോക്കറ്റും കമ്മലും കൂടി വാങ്ങിക്കാറുണ്ട്, മോതിരം ഒഴിവാക്കിയിട്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് സൂഫിയുടെ തന്നെ ചുറ്റും മറ്റേ സ്റ്റോൺസ് ഉള്ള ടൈപ്പ്. ഇതുപോലെ തന്നെ ലോക്കറ്റ് സ്റ്റോണായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചുറ്റും സ്റ്റോണായിട്ട് ചെറുതും വലുതും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നത്തെ ഞാനിരുന്ന് എടുത്ത ഇത് കേട്ടോ. അപ്പോൾ സന്ധ്യ നേരമാകുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എന്താ പറയുക, കുട്ടികളെല്ലാവരും ഹാളിൽ നിൽക്കുമ്പോൾ പിള്ളേർ 2 പേര് കിച്ചണിലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു നേരം പോക്കും ഇതാണ്. അപ്പോൾ ദേ ചാക്കോച്ചൻ കണ്ടില്ലേ, അപ്പോൾ അവനെ സോപ്പിടാനായിട്ട് വന്ന് മടിയിലിരിക്കുക. മറ്റേ ചേട്ടന്മാർ 2 പേരും അവിടെ ഇരുന്നിട്ട് ടി വിയിൽ ഓരോന്ന് എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. ഇവ ഇങ്ങനെ ഓൾറൗണ്ടറാണ്, ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ അത് സ്റ്റോക്ക് ഔട്ടായി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഓരോ പീസും ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് 2 ലെയർ വന്നിട്ട് ബാക്കിൽ കണ്ടു ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പാണ്. പിന്നെ സ്പ്ലിറ്റിൽ പെട്ട തന്നെ
മറ്റേത് ഒരു ബോള് മറ്റേ വൈറ്റ് AD സ്റ്റോണും ഗോൾഡൻ ബോളായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ബാങ്കിളാണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞു ശരിക്കും. അങ്ങനെ ഇത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ ഡിന്നർ റെഡിയായി. മറ്റേ പനീറായിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ അതും ചപ്പാത്തിയും കൂടി കഴിച്ച് ഡിവൈനും പിള്ളേർസും ദേ മുകളിലേക്ക് കയറിയപ്പോൾ നാളെ നമ്മുടെ തൂമുട്ടനെ മറ്റേ ടൗണിലുള്ള സ്കൂളിൽ മറ്റേ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷമാണ്. അപ്പോൾ ഡാൻസ് ഉണ്ട്, കോൽക്കളിയാണ് കേട്ടോ, കോലുകൊണ്ടുള്ള ഡാൻസാണ്. അങ്ങനെ അത് ഞാൻ നോക്കട്ടെ, ഡിവൈൻ ഇടാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ അത് മോനെയൊക്കെ കൊണ്ട് അവർ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ അടിച്ച് കഴുകി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത്, പിന്നെ അറിയാലോ നമ്മുടെ ബാക്കി പണികൾ. അപ്പോൾ ഞാൻ ഇവിടെ നനച്ചിട്ടുണ്ടായിരുന്നില്ല ചട്ടികൾ വെച്ചപ്പോൾ, കാരണം അവിടെ അവർ കിടക്കണതല്ലേ, പട്ടികൾ വന്ന് കിടക്കണത്. അപ്പോൾ ഞാൻ അവിടെ അപ്പം നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കൂട്ടിലാക്കിയതിന് ശേഷം ഞാൻ അവിടെയൊക്കെ നനച്ചു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മോൾഡ് ഒക്കെ ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു ബോക്സിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ച് കിട്ടണോടുത്ത് വെച്ചു. കാരണം ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇഷ്ടം പോലെ ഡിമ്പിളുടെ കേക്കിൻ്റെ എല്ലാ ഐറ്റംസ് ഉണ്ടെങ്കിലും എവിടെയോ ഈ പറഞ്ഞ പോലെ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇന്നലെ അത് കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ ആ ട്രെയിൽ വെറുതെ അങ്ങനെ ചെയ്തത്. അപ്പോൾ അക്കിയുടെ കയ്യിലുള്ള സാധനങ്ങൾ എനിക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ മറ്റേ ഇതിൻ്റെയാണ്, സമോസയുടെയും എന്താ പറയുക മോമോസിൻ്റെയൊക്കെ. അപ്പോൾ അക്കി എപ്പോഴും ഉണ്ടാക്കിയിരുന്ന സംഭവമാണ് കേട്ടോ മോമോസ്. അന്നൊക്കെ മോമോസ് എന്ന് അല്ല, അന്ന് എന്തോ വേറൊരു പേരെ പറയാം. ഇപ്പോഴാണ് ഈ മോമോസ് എന്നൊക്കെ പറയുക. അപ്പോൾ ഞങ്ങൾക്കതൊക്കെ ഇന്ന് അക്കി ഇത് കൊടുത്തയച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ണകുളങ്ങരയിലായിരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഓരോ പലഹാരങ്ങളുടെയും ഓരോ കാര്യങ്ങളുടെയും ഓർമ്മയാണ് കേട്ടോ വന്നത്. ഞാനും കുറേ പറഞ്ഞു, ചേച്ചി ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ പറയില്ല എപ്പോഴും നമ്മുടെ ചെറുപ്പകാലം, നമ്മളെ ആരൊക്കെയാണോ ആ സമയത്തുണ്ടായിരുന്നത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മുടെ കൂടെയുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചപ്പോൾ ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഒതുക്കിയത് ഇവിടെ വന്നപ്പോഴാണ് പാച്ചു പാൽ കുടിക്കാനായിട്ട് പാലും കൊണ്ട് ഡിംപിളവിടെ പിന്നാലെ ഓടുന്നുണ്ട്. മടിയാണ് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാട്ടോ. അങ്ങനെ ബാക്കി പരിപാടികൾ ഞാൻ പാക്കിങ്, ഇത് സംഭവം നാളെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു പാക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭാരം കഴിഞ്ഞു. നാളെ ഇനിയിപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് എപ്പോഴാണ് വരിക, എങ്ങനെയാണ് വരിക എന്നൊന്നും അറിയില്ല. അപ്പം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിശേഷങ്ങൾ പറയാനിരിക്കലും മടിയാവും. അപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് ഇതങ്ങോട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ടമാനം ഇനാമൽ വളകളുടെ ഓർഡർ, ഇത് ഇനാമലുള്ള വളയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നവരത്നത്തിൻ്റെ ഇന്നലെ ഞാൻ അതിൻ്റെ സെറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് 2-3 സെറ്റ് നവരത്നമാണ് ഇന്നലെ മെയിനായിട്ട് 1-2 പേര് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടർക്കിഷ് ബാംഗിൾസാണ് കേട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം. നല്ല ഭംഗിയുള്ള, അതൊരു പ്രത്യേക കളറും ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നല്ല വളയാണ് കേട്ടോ. അത് തീരെ കനല്ല, എന്നാൽ കാണുമ്പോൾ നല്ല എന്താ പറയുക, ഒരു 2 പവൻ ഒക്കെ തോന്നിക്കുന്ന പോലത്തെ വളയാണ്. അങ്ങനെ ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് പള്ളിയിലേക്ക് പോകണം. നല്ലോണം നേരത്തെയാണ് 7 മണിക്കാണ് കുർബാന. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടുന്ന് പോകണമല്ലോ. പിന്നെ മടക്കം എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ എല്ലാവരും കൂടി കൂടുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ നാളത്തെ കാര്യം എനിക്കറിയില്ല. നാളെ പോയി എൻ്റെ എണ്ണം പോലെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നാളത്തെ ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തതനുസരിച്ച് നിങ്ങൾക്കറിയാലോ, നാളെ ഈ നേരമാകുമ്പോഴേക്കും എന്താണ് നടന്നത്, ഏതാണ് ഞാൻ എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം, അറിയാനായിട്ട് പറ്റും. ഞാനെല്ലാം ഒരു മറവും കൂടാണ്ട് നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് നാളെ രാവിലെ പോവും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മയുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.